ക്രൈസ്ത ലോഡ് എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുവിൻ്റെ ധന്യനാമത്തിൽ ഈ രാവിലെ എൻ്റെ സ്നേഹവന്ദനം. ഞാനൊരു കാര്യം രാവിലെ ചിന്തിക്കുകയായിരുന്നു. എല്ലാ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമുണ്ട്, എന്നെ എല്ലാവരും കാണണം, മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുക, എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുക. നല്ല വേഷം ധരിക്കുന്നതും മുഖമൊക്കെ മിന്നിക്ക് നന്നായിട്ട് ഒരുങ്ങി നല്ല ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ ജീവിക്കുന്നതും പോകുന്നതുമൊക്കെ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ കാണാൻ വേണ്ടി. അപ്പം മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. ഒരു പാട്ട് പാടുമ്പോൾ ആളുകൾ എന്നെ കാണാൻ ശ്രദ്ധിക്കണം, അങ്ങനെ ഒത്തിരി കാര്യം. ചില ആളുകൾ സഭയിൽ, കുഞ്ഞുങ്ങളൊക്കെ സഭയിൽ ഭയങ്കര കുണ്ടണി ഉണ്ടാക്കുന്ന കാണാം, ഒത്തിരി കുശൃതി കാണിക്കും പൊതുവേദികളിലൊക്കെ. കാരണം അവർ ആ പ്രശ്നത്തെ, അന്നത്തെ ആ സാഹചര്യത്തെ കലക്കുന്നതല്ല. ഇവരൊരു കുശൃതി കാണിക്കുമ്പോൾ എല്ലാവരും അവരെ ശ്രദ്ധിക്കും. അത് സ്വാഭാവികമാണ്, മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, കാണണം എന്നുള്ളത്. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവിനോട് പറയാം, നമ്മൾ മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തിൽ നമുക്ക് വരാം. എന്നെ ആരും കാണണ്ട, എൻ്റെ പെർഫോമൻസ് കാണണ്ട, എൻ്റെ മുഖം കാണണ്ട, എൻ്റെ ഒന്നും ആരും കാണണ്ട. പകരം എനിക്ക് ദൈവത്തെ കാണണം. ഉയരത്തിലേക്ക് കണ്ണുയർത്തുമ്പോൾ ആകാശത്തിൽ കാർമേഘം മൂടിക്കിടക്കുന്നു. ചുറ്റും പ്രശ്നങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയുണ്ട്. ജോലി സ്ഥലത്ത് പ്രശ്നം, വീട്ടിൽ പ്രശ്നം, സ്കൂളിൽ പ്രശ്നം, സമസ്ത മേഖലകളിലും എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അല്പസമയം ദൈവസേന വന്ന് മുട്ടുമടക്കി കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് നന്നായി നോക്കി, കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എന്നെ ആരും കാണണ്ട, എനിക്ക് നിന്നെ കണ്ടാ മതി. ആ ഒരു ചിന്തയിലേക്ക് വരാൻ എത്ര പേര് ഇന്ന് രാവിലെ തയ്യാറാകും? കുറെ സമയം ദൈവത്തിൻ്റെ അപ്പനോടുള്ള ബന്ധത്തെ ഉറപ്പാക്കി ആ ദൈവത്തോടൊന്ന് ചേർന്നിരുന്ന് ആ യേശു കർത്താവിൻ്റെ മുഖം ഒന്ന് കണ്ട് ഒന്ന് ബലപ്പെട്ട് ഈ പ്രഭാതത്തിൽ ആത്മശക്തിയോടെ ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് പകൽ എത്ര പേർ റെഡിയാണ്? പറ്റുമെങ്കിൽ ആ പാട്ടൊന്ന് പാടിക്കോ. എൻ യേശുവേ, ഞാൻ നിൻ മുഖം കണ്ടോട്ടെ, എനിക്കാരെയും കാണണ്ട, എന്നെ ആരും കാണണ്ട, എന്നെ ആരും ശ്രദ്ധിക്കണ്ട. എനിക്ക് എല്ലാ ദിവസവും എനിക്ക് യേശു അപ്പച്ചൻ്റെ മുഖം കാണണം, അവൻ്റെ മുഖ തേജസ് കാണണം. അങ്ങനെ ദാവീദ് പറഞ്ഞല്ലോ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ യഹോവയുടെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും, നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. അതേ, ഇന്ന് പ്രഭാതം ആ യേശുവിൻ്റെ മുഖം കണ്ടൊന്ന് തൃപ്തനാകുവാൻ, ആ സന്തോഷത്തിനും വിടുതലും കിടക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും ഒരുക്കട്ടെ. ആമേൻ.